എല്ലാ പ്രിയപ്പെട്ടവർക്കും പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു കാര്യം, വളരെയേറെ ഗൗരവമുള്ള കാര്യം, ആത്മീക ജീവിതവുമായി ബന്ധമുള്ള കാര്യം, അതാണ് വിശ്വാസം. നിങ്ങൾക്കും എനിക്കും, പ്രത്യേകിച്ച് വേദപുസ്തകം വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായിക്കുന്ന ഏവർക്കും വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഓടി വരുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പാണോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണോ? അതല്ല. ആ പറയുന്ന വചനത്തിൻ്റെ അന്തസത്ത എന്ത് എന്നുള്ളത് നമുക്കൊന്ന് വളരെ വ്യക്തമായ നിലവാരത്തിൽ പക്വതയോടെ മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണുന്നില്ല, പക്ഷേ വളരെ നിശ്ചയമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തന്നെ വിചാരിക്കാം, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അതാണോ യഥാർത്ഥത്തിൽ ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ ലോകപ്രകാരമുള്ള ഒരാവശ്യത്തിന്, അല്ലെങ്കിൽ എൻ്റെ കുടുംബപരമായ ഒരാവശ്യത്തിന്, എൻ്റെ സാമ്പത്തികപരമാവുന്ന ഒരാവശ്യത്തിന്, അല്ലെങ്കിൽ എൻ്റെ ജീവിത ലക്ഷ്യം ദൈവം നിറവേറ്റി തരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത് കർത്താവ് നിറവേറ്റി തരുമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. അതായത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഞാൻ എന്താണോ ആശിക്കുന്നത് എനിക്കത് കിട്ടുമെന്ന് പരിപൂർണ ഉറപ്പുണ്ട്. ഞാനത് കിട്ടുമെന്നങ്ങ് വിശ്വസിക്കുകയാണ്. എന്നിട്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കാണുന്നില്ല, പക്ഷെ കാണാത്ത കാര്യം എനിക്ക് വളരെ നിശ്ചയമുണ്ട്, എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് അവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ദേ ആർ അണ്ടർ ഡിപ്രഷൻ. അവർ ഡിപ്രഷൻ്റെ കീഴിലാണ്. അവർ നിരാശയിൽ ആണ്. അവർക്ക് ദൈവമുണ്ടോ എന്ന് പോലും സംശയമാണ്. അവരുടെ കൂടെ ഉള്ളവർ അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിനക്കത് കിട്ടിയോ? അല്ല, നീ ഇങ്ങനെയൊക്കെ നടക്കുന്നു, നീ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു, നിനക്കിതുകൊണ്ട് എന്തു ഗുണം? ഇപ്രകാരമുള്ള പല ചോദ്യങ്ങളിലൂടെ പല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് വ്യക്തമായ നിലവാരത്തിൽ ചോദിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നടത്തിത്തരാം എന്ന് പറഞ്ഞ് തന്നിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കർത്താവിലേക്ക് കർത്താവ് ആകർഷിച്ചിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിലെ സുവിശേഷം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? കർത്താവിങ്കിലേക്ക് വരിക, കർത്താവ് അതിന് പരിഹാരം തരും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതല്ല സംസാരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് അതല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ പ്രവചിച്ചത് അതല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ മനസ്സിലാക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അപ്പോസ്തലന്മാരാൽ, അതായത് ലേഖനങ്ങളിലൂടെ, അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കുന്നവനാണ്, നമ്മെ ദൈവത്തിൻ്റെ സന്തതിയാക്കി മാറ്റുന്നവനാണ്. ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിൽ നിന്ന്
ക്ഷയിച്ചു പോകാത്ത ശരീരത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന്, മഹത്വത്തിന്റെ പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വ്യക്തമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സകല ശിഷ്യന്മാരും, പഴയ നിയമത്തിലെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ സകല പ്രവാചകന്മാരും, മാത്രവുമല്ല കർത്താവായ യേശുക്രിസ്തു തന്നെ വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം എന്താണ്? എന്നെ വിളിക്കുന്ന 99.9%, അതായത് 0.1% താഴെയേ വരുന്നുള്ളൂ സത്യസന്ധമായിട്ട് കർത്താവ് ആരെന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്നിരിക്കണം എന്ന ആ ഒരു ചിന്തയിൽ ജീവിക്കുന്നവർ. യേശുക്രിസ്തുവിന് മഹത്വം. എന്നെന്നല്ല, ഈ ലോകത്ത് അത്രയേ ഉള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകം പേരാണ്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ വളരെ ചുരുക്കമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭയത്തിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് അടുത്തു വരുന്നത് നമ്മുടെ ബലഹീനത നിമിത്തമാണ്. നമുക്കൊരു സഹായം വേണം, നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കവറിങ് വേണം, ഒരു സംരക്ഷണം വേണം, ആത്മീയമായ ഒരു സംരക്ഷണം വേണം എന്നൊരു ചിന്തയിലാണ് നാം വരുന്നത്. പകരം കർത്താവ് നമുക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്, നാം എന്താണ് കർത്താവിൽ എന്നുള്ള പരിപൂർണ ബോധ്യത്തോടുകൂടി കടന്നു വരുന്ന വ്യക്തികൾ വളരെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ആര്, എന്ത് എന്നൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്തെന്ന് മനസ്സിലാക്കാതെ, നമുക്ക് ബോധിച്ചതുപോലെ നാം ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. വളരെ മാനസിക വൈകല്യമുള്ള, അല്ലെങ്കിൽ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അവർ മാനസികമായിട്ട് ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരവസ്ഥയല്ല, അതായത് മാനസികമായിട്ട് ആരോഗ്യമുള്ള ഒരവസ്ഥയല്ല കാണപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മോട് സംസാരിച്ചിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്ന ഒന്നും തന്നെ നാം ഇന്ന് പലരും പറഞ്ഞു കേൾക്കുന്ന, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന നിലവാരത്തിൽ അല്ല എന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കിയേ പറ്റൂ. യേശുക്രിസ്തുവിന് മഹത്വം. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു? കാരണം ഇത് ദുഷ്കാലമാണ്. വൃദ്ധന്മാരെ പോലും, അതായത് വളരെ നാളുകളായിട്ട് കർത്താവുമായുള്ള ബന്ധത്തിൽ വളരെ നന്നായിട്ട് പോകുന്നവരെ പോലും തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തമായ രീതിയിൽ മറ്റൊരു ഭാഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഈ മേഖലയിൽ വീണു പോവുകയാണ്. പലരും തെറ്റായ ഉപദേശങ്ങൾ പറയുകയാണ്. പലരും അനേകം പേരെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വചനമോ അപ്പോസ്തലന്മാർ പറഞ്ഞ വചനമോ യാതൊന്നും തന്നെ ശരിയായ രീതിയിൽ സംസാരിക്കുവാനോ അത് പഠിപ്പിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ ദൈവാത്മാവിൽ ആശ്രയിപ്പാനോ സ്വയം ത്യജിക്കുവാനോ ഒന്നിനും കഴിയാതെ വണ്ണം ജഡപ്രകാരം ഉള്ള അനുഭവത്തിൽ മുൻപോട്ട് പോകുകയാണ്. അതായത് ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്ന അനുഭവം നമ്മുടെ ഇടയിൽ കാണുവാൻ ഉണ്ട്. നാം വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. കർത്താവ് എന്നെ മാനിക്കും, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ എൻ്റെ ദേശത്ത് മാനിക്കും. കർത്താവ് എൻ്റെ നിന്ദയെ മാറ്റിക്കളയും. കർത്താവ് എൻ്റെ അതിർ അങ്ങ് വിശാലമാക്കും.
കർത്താവ് എന്നെ അങ്ങ് വലിയ നിലവാരത്തിൽ അങ്ങ് ഉയർത്തും. ഇതൊക്കെ ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹം, ഇതൊക്കെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ആഗ്രഹം. ഇതിനു വേണ്ടി അധ്വാനിക്കാൻ ആളുണ്ട്, ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, ഇത് ആണ് വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ആരെയും അങ്ങനെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ദോഷം ഞാൻ നിങ്ങളോട് പറയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദോഷം, ഓരോ വ്യക്തികൾ ഓരോ മിനിസ്ട്രീസ് ആരംഭിക്കും. ലോകത്ത് ആ ഒരു മിനിസ്ട്രി മാത്രമേ ഉള്ളൂ ലെജിറ്റിമേറ്റ് ആയിട്ട് എന്ന നിലവാരത്തിൽ, ആ സഭ മാത്രമേ ഉള്ളൂ ലോകത്ത് കറക്റ്റായിട്ട് എന്നുള്ള നിലവാരത്തിൽ അവരത് വിശ്വസിക്കുകയും അവർ ആ മിനിസ്ട്രിയെ വളർത്താനും ആരംഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരും തന്നെ അവരുടെ മിനിസ്ട്രിയെ അല്ലെങ്കിൽ ശുശ്രൂഷയെ വളർത്തിയവർ അല്ല. പകരം അവരിലുള്ള ക്രിസ്തുവിനെ വളരുവാൻ തക്കവണ്ണം അവർ അവരെ തന്നെ സ്വയം താഴ്ത്തിയവരായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അതേ മാതൃക തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരും പിന്തുടർന്നു എന്ന സത്യം എത്ര പ്രിയപ്പെട്ടവർക്ക് പരിപൂർണമായിട്ടും ഏറ്റെടുക്കാൻ കഴിയും? എത്ര ശുശ്രൂഷകരുണ്ട് എനിക്കെൻ്റെ മിനിസ്ട്രിയെ വളർത്തണ്ട, എനിക്ക് എൻ്റെ മിനിസ്ട്രിയെ വളർത്തി അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയെ വളർത്തി ആളുകളുടെ മുമ്പിൽ എന്നെ അങ്ങ് വളർത്തിയെടുത്ത് എനിക്ക് ഒന്നും ചെയ്യണ്ട എന്ന ചിന്തയുള്ള ദർശനമുള്ള എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നാം കർത്താവിനെ അനുഗമിക്കണം, കർത്താവിനെ അനുകരിക്കണം എന്നെല്ലാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും തൻ്റെ ശുശ്രൂഷയെ വളർത്തിയതായിട്ട് നമുക്ക് കാണാനില്ല. മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിയെയും വാഗ്ദത്തങ്ങൾ പറഞ്ഞ്, ഒരു വ്യക്തിയെയും, അതായത് ഈ ലോകപ്രകാരമുള്ള നന്മയെ പറഞ്ഞ്, ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഒരു മനുഷ്യനെ പോലും തന്നിലേക്ക് കർത്താവായ യേശുക്രിസ്തു ആകർഷിച്ചിട്ടില്ല. ഇല്ല. ഈ ഒരു സത്യം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അംഗീകരിച്ചേ പറ്റൂ. ഈ സത്യത്തെ നാം അംഗീകരിക്കാത്ത പക്ഷം നാം തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇത് ദുഷ്കാലമാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം നമ്മെ വല്ലാതെ വരിഞ്ഞു മുറുക്കി. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നമ്മെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഈ കാലഘട്ടം സ്നേഹം കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം ദുഷ്കാലമാണ്. ഞാനതൊരിക്കൽ കൂടി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർ കുറവാണ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കുറവാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് സ്വയം ത്യജിക്കുന്നവർ കുറവാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നവർ കുറവാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് വചനം പറയുന്നു. എന്നാൽ ആരുടെ വിശ്വാസം? എൻ്റെ വിശ്വാസമല്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ, എൻ്റെ അരുമനാഥൻ എന്നിൽ പകരുന്ന വിശ്വാസത്തിനനുസരിച്ച് ഞാൻ ആ വിശ്വാസത്തിന് കീഴ്പ്പെട്ട് ആ വിശ്വാസത്തിൽ ആ കർത്താവിനെ ആശയോടെ നോക്കുന്ന ആ ഒരു ഉറപ്പ്. യേശുക്രിസ്തുവിന് മഹത്വം. ഞാൻ എൻ്റെ അരുമനാഥനെ കാണുന്നില്ല, പക്ഷേ എനിക്ക് നല്ല ഉറപ്പാ എൻ്റെ അരുമനാഥനെ കുറിച്ച്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എനിക്ക് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് ഞാൻ പറയുമ്പോൾ അതെന്തായിരിക്കും എന്ന് നിങ്ങൾക്കും എനിക്കും ഒരു ചോദ്യം വരാം. ഞാൻ നിങ്ങളെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാ. 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം
പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ വായിച്ച വചനം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനത്തെ നിങ്ങൾ ഒന്ന് അംഗീകരിക്കും? നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു എന്നും, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നും, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നു എന്നും, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നും, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് എന്നുമാണ് ക്രിസ്തു നിങ്ങളോട് വിശ്വസിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് മഹത്വം. ഞാൻ ഇവിടെ പറഞ്ഞെടുത്തെല്ലാം ക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നിങ്ങളുമില്ല, ഞാനുമില്ല. സകലതും ക്രിസ്തു. കാരണം നാം ക്രിസ്തുവിൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം പറയുന്നത് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നാം ദത്തെടുക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന് മഹത്വം, യേശുക്രിസ്തുവിന് മഹത്വം. നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിൽ ആയിരിക്കണം. യേശുക്രിസ്തുവിന് മഹത്വം. നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിൽ ആകാതിരുന്നാൽ, നിങ്ങളുടെ വിശ്വാസം ലോകപ്രകാരമുള്ള ആവശ്യങ്ങളെ നടത്തിത്തരണമെന്നുള്ള നിലവാരത്തിൽ നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തരം താണു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. യേശുക്രിസ്തുവിന് മഹത്വം, യേശുക്രിസ്തുവിന് മഹത്വം. ഇവിടെ 4-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അങ്ങനെ നാം കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഇത് എത്ര പേര് ഒരു ദിവസമെങ്കിലും ഓർക്കുകയും വിശ്വസിക്കുകയും ചെയ്യും? അല്ല, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾ കർത്താവിനെ കുറിച്ച് ഉള്ള ഈ തിരുവചന സത്യം വിശ്വസിക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാകാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് മനസ്സമാധാനം വരുവാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് ചില ആശ്വാസങ്ങൾ വരുവാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ ഭയം മാറുവാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ മക്കളുടെ ഭാവി ശുഭമാകുവാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ കുടുംബജീവിതം സുഖമാകുവാൻ, ശുഭമായിരിക്കാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ ഭാവി ജീവിതം സുഖമായിരിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഭാവിയിൽ നടക്കുന്നത് കേട്ട് അതിൽ സന്തോഷിച്ച് അത് മാത്രം കേന്ദ്രീകരിച്ച് അത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? നാണമില്ലേ? അതല്ല സത്യം, അതല്ല സത്യം. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തുവോ അത് വിശ്വസിക്കണം. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്തായി മാറിയോ അത് വിശ്വസിക്കണം. കർത്താവിൻ്റെ മനസ്സുള്ളവരായി നാം രൂപാന്തരം പ്രാപിക്കണം. നിങ്ങളുടെ കുടുംബത്തെ മാനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ്? അയ്യോ, അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നിങ്ങൾക്ക് ഒരു നന്മ വന്നിട്ട് എന്ത് ഗുണമാണ്? ഞാനിങ്ങനെ ചോദിക്കുന്നത് നിങ്ങളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാ. അതായത് നിങ്ങളെ ഒന്ന് തൊടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്ത് ആരെത്ര ഉറച്ചു നിന്നാലും അവൻ വെറും ഒരു ശ്വാസം മാത്രമാ. അത് നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ലഭിക്കുന്ന മാന്യത നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം തീർന്നു പോകും. നിങ്ങൾ പ്രാപിച്ച ദൈവിക വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ലോകപ്രകാരമുള്ളത് എന്തോ അത് നിന്നുപോകും. ഇതൊരു സത്യമാണ്, അഴിയാത്തത്, എന്നേക്കും നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടിയിരിക്കുന്നത്. അതിനായി നാം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം, യേശുക്രിസ്തുവിന് മഹത്വം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരട്ടെ.
റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ നാം കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയും. കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടെങ്കിൽ ചത്ത മനുഷ്യന് ഈ ലോകപ്രകാരം ഒരാഗ്രഹവും കാണൂല. ഞാൻ വ്യക്തമായിട്ട് പറയുക, നമ്മുടെ പല പ്രാർത്ഥനകളും, നമ്മുടെ പല ആഗ്രഹങ്ങളും, നമ്മുടെ പല പദ്ധതികളും നാം ശരിയായ രീതിയിൽ ചാകാത്തതിന്റെ ദോഷമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് ജഡപ്രകാരം മരിച്ചവനായിട്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചു, പാപം ഏറ്റെടുത്തു മരിച്ചു. പാപം ഏറ്റെടുത്ത് മരിച്ചെന്ന് മാത്രമല്ല, താൻ ആരുടെ പാപം ഏറ്റെടുത്തുവോ അവരുടെ പാപത്തിന് പരിഹാരമായി ഉയർത്തെഴുന്നേറ്റു. അവരെ ദൈവത്തിന്റെ സന്തതികളാക്കി മാറ്റി. യേശുക്രിസ്തുവിന് മഹത്വം. അതേ നിലവാരമാണ് നമ്മിൽ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതേ നിലവാരത്തിൽ നാം ആകുവാൻ വേണ്ടിയാണ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഒരു അടിമയുടെ രൂപമെടുത്ത് ഒരു യാഗമൃഗത്തിന് സമമായി ജീവിച്ച് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് നമുക്ക് തൻ്റെ ആത്മാവിനെ തന്നത്. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് പാപമില്ലാത്ത ക്രിസ്തുവിൽ അതിവിശുദ്ധൻ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആകുന്ന ദൈവിക വിശുദ്ധിയിൽ അധിവസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോ ഞാനോ ഉദ്ദേശിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നടത്തി തരുവാനുള്ള ആത്മാവല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വ്യക്തമായ നിലവാരത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ആത്മാവാണ്. നമ്മെ വീഴാതെ വണ്ണം ആനന്ദത്തോടെ ദൈവത്തിന്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് നടത്തിത്തരാൻ നമ്മെ പ്രാപ്തരാക്കുന്ന, അല്ലെങ്കിൽ നമ്മെ വിശ്വസിപ്പിക്കുമാറാക്കുന്ന എന്തെങ്കിലും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ, എന്തെങ്കിലും ഒരു വൈകാരികമായ ഒരു സുഖം തോന്നിക്കാനോ ഒന്നിനും അല്ല. മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആരെന്ന് മനസ്സിലാക്കി ആ വിശ്വാസത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ നമ്മെ വളർത്തുവാൻ വേണ്ടിയാണ് എന്ന സത്യം ആരും മറന്നു പോകരുത്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. അങ്ങനെ നാം കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇതൊന്ന് ഓർക്കുകയും ഈ വിശ്വാസത്തിൽ ഒന്ന് ഉറക്കുകയും ചെയ്യണം നിങ്ങളും ഞാനും. തീർന്നില്ല. യേശുക്രിസ്തുവിന് മഹത്വം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഈ സത്യവും നിങ്ങൾ വിശ്വസിക്കണം. ഒരു തവണയെങ്കിലും ഇതൊന്ന് ഓർക്കണം. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. യേശുക്രിസ്തുവിന് മഹത്വം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങൾ കർത്താവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നത്, ആ നീതി, ആ കൃപ, ആ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ആ വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നിങ്ങൾ കർത്താവിനോടുകൂടെ എന്നേക്കും വസിക്കും. നിങ്ങൾ കർത്താവിന്റെ ആ നിത്യജീവന്റെ അവകാശികളായി എന്നേക്കും മാറും. ഇതാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ട വിശ്വാസം. യേശുക്രിസ്തുവിന് മഹത്വം. ഇവിടെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇനി
പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എത്ര പേർ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എന്റെ പാപ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പല വിഷയങ്ങളും ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അതിനുവേണ്ടി വല്ലാതെ പ്രാർത്ഥിച്ച് വല്ലാതെ വിശ്വസിച്ച് മെനക്കെടാറില്ലേ? ഈ സത്യം നിങ്ങൾ വിശ്വസിക്കാറുണ്ടോ? യേശു ക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, മനസ്സുള്ളവൻ കേൾക്കുക. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഞാൻ അടുത്ത് വായിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു ക്രിസ്തുവിന് മഹത്വം. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്ന് വിശ്വസിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? വചനം പറയുന്നത് വിശ്വസിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ മാറും, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ ലോകപ്രകാരം എല്ലാം വിശ്വസിക്കാൻ ആൾക്കാർക്ക് കഴിയും. നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പരിപൂർണ ധൈര്യത്തോടെ വിശ്വസിക്കുവാൻ എത്ര പേരുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സത്യം വിളിച്ചു പറയുകയാ. നിങ്ങളുടെ വിശ്വാസം ഇതായിരിക്കണം, ലോകപ്രകാരം ആകരുതെന്നാണ് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഇത് ഏതെങ്കിലും ഒരാണ്ടിലൊരിക്കൽ വിശ്വസിക്കേണ്ട കാര്യമല്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, നാം എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം എന്തിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ അതാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ ഒരു പവിത്രമായ വിശ്വാസം കർത്താവിലുണ്ടെങ്കിൽ ആ വ്യക്തി വിശുദ്ധീകരണത്തിലേക്ക് വേഗത്തിൽ അടുത്തു വന്നിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്താവുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ പിതാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയുണ്ട് പരിശുദ്ധാത്മാവിനാൽ. യേശു ക്രിസ്തുവിന് മഹത്വം. എനിക്കും നിങ്ങൾക്കും അതാണ് ആവശ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്ര പേർക്ക് ആ പിതാവും പുത്രനുമായുള്ള കൂട്ടായ്മയുണ്ട്? പിതാവും പുത്രനുമായുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അത് നിങ്ങളോ ഞാനോ വിചാരിക്കുന്നത് പോലുള്ള ഒരു അനുഭവമല്ല. അത് വ്യക്തമായ നിലവാരത്തിൽ വചനപ്രകാരം നമ്മിൽ ഉളവാകുന്ന വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് പരിപൂർണമായും ഇന്ന് ജനിച്ച ഒരു ശിശുവിനെ പോലെ വിശ്വസിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഈ വിശ്വാസമാണ് നിങ്ങളെ നീതീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് നിങ്ങൾക്ക് വിടുതൽ കൊണ്ടുവരുന്നത്. ഈ വിശ്വാസമാണ് നിങ്ങളിൽ ദൈവിക കൂട്ടായ്മ വർദ്ധിപ്പിക്കുമാറാക്കുന്നത്. ഈ വിശ്വാസമാണ് നിങ്ങൾക്ക് നിത്യജീവനെ തരുന്നത്. ഈ വിശ്വാസമാണ് ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചു എന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ രീതിയിൽ അനുഭവങ്ങളെ തരുന്നത്. ഈ വിശ്വാസമാണ് നിങ്ങളിൽ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു എന്ന പരിപൂർണ ബോധ്യത്തെ തരുന്നത്. ഈ വിശ്വാസമാണ് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന പരിപൂർണ പ്രാഗൽഭ്യത്തെ തരുന്നത്. ഈ വിശ്വാസമാണ് നമ്മെ അന്ത്യത്തോളം ക്രിസ്തുവിൽ നിലനിർത്തുന്നത്. ഈ വിശ്വാസമുള്ളവർ ദുരുപദേശത്തിൽ വീഴത്തില്ല. ഈ വിശ്വാസമുള്ളവർ ഒരു രീതിയിലും നശിച്ചും പോകത്തില്ല. നന്മയും കരുണയും ആ പ്രിയപ്പെട്ടവരെ പിന്തുടരും. അവർ ഒരു നന്മയുടെയും ഒരുന്നിന്റെയും പുറകെ പോകേണ്ട അവസ്ഥ അവർക്ക് വരത്തില്ല. അവരെ തേടി അനുഗ്രഹങ്ങൾ വരും. അവരെ തേടി കർത്താവിന്റെ കരുതൽ വരും. കർത്താവ് അവരോട് കൂടെയിരിക്കും. യേശു ക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം പരിപൂർണമായിട്ടും ക്രിസ്തുവിനെ കുറിച്ചായിരിക്കട്ടെ. അതാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനുള്ളത്. നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ആയിരിക്കരുത്. നിങ്ങളുടെ ശുശ്രൂഷയിൽ കേന്ദ്രീകരിച്ച് ആയിരിക്കരുത്. അതൊന്നും ദൈവികമല്ല.
കർത്താവ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് കർത്താവ് ചെയ്യിക്കും. കർത്താവ് എന്ത് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് കർത്താവ് ചെയ്യിക്കും. കർത്താവ് നിങ്ങളെ എങ്ങോട്ട് നടത്താൻ ആഗ്രഹിക്കുന്നുവോ കർത്താവ് നടത്തും. വിളിച്ച കർത്താവ് വിശ്വസ്തൻ തന്നെ. രുചിച്ചറിയേണ്ട സത്യമാണിത്. അതിനായിട്ട് തന്നെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കായിട്ട്. പ്രിയപ്പെട്ടവരെ, നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. പിന്മാറുന്നുവെങ്കിൽ ദൈവത്തിന് ആ വ്യക്തിയിൽ പ്രസാദം ഇല്ല. വിശ്വാസം എന്നതോ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, വിശ്വാസത്തിന്റെ നായകനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുന്നതാണ് വിശ്വാസം. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ദൈവിക വിശ്വാസത്തെ കാണരുത്. അത് പരാജയമാണ്, അത് പൈശാചികമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമായെങ്കിൽ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാറ്റിലുപരിയായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. താല്പര്യമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബൈബിൾ സ്റ്റഡി ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിലൊക്കെ നിങ്ങൾക്കും സ്വാഗതം. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ തന്നെ ഏവരും കാക്കപ്പെടട്ടെ. വീണ്ടും കാണാം. കർത്താവിന്റെ നാമത്തിന് മഹത്വം. ആമേൻ.